ഒരു പുരുഷൻ എന്നുള്ളതോ വീട്ടിൽ വന്നു കയറിയ ഒരാളെന്നുള്ളതോ വിട്ടുകളാ. കുറെ കാലത്തെ ഗ്യാപ്പിന് ശേഷം കാണുന്ന പരിചയമുള്ളൊരു മുഖം എന്നൊരു കൺസിഡറേഷൻ തരാതിരിക്കുന്നത് തല്ലുകൊള്ളാത്തിന്റെ കുഴപ്പം കൊണ്ടാ. വാ. പിന്നെ കളിക്കൊരു ബ്രേക്ക്. ഒരു ബ്രേക്കും ഇല്ല. എടി പെണ്ണെ, എന്റെ മുറി കാണിച്ചാൽ നിന്നോട് പറയാൻ അമ്മൂമ്മ പറഞ്ഞത്. അത് കാണിച്ചെന്നിട്ട് മുന്നിൽ കളിച്ചു. ഇതൊക്കെ അഴിച്ചിട്ടൊന്ന് ലണ്ടൻ വരെ പോകണം. അതിന് വേണ്ടിട്ടാ. അതാ മുറി കണ്ടോ, വെറുതെ വന്നിരുന്ന ഡിസ്റ്റർബൻസ് ഉണ്ടാക്കിയിട്ട് എന്നെ തോപ്പിക്കാൻ. മര്യാദക്ക് ഞാൻ പറയുന്നത് അനുസരിച്ചില്ലെങ്കിൽ ഇനി ഇവിടെ ഇരുന്ന് ഞാൻ ശല്യം ഉണ്ടാകും. നിന്നെ പൊട്ടിക്കും. പോയി റൂം കാണിച്ചു കൊടുത്തിട്ട് വാ ഷീനു. ഇല്ലേലും ഇവിടെ കുഴപ്പവും. ഞാൻ വെയിറ്റ് ചെയ്യാം. ഈ അമ്മൂമ്മ മീനു. ഷീനു ഇവിടെ ഒരു കമ്പനി ഇല്ലാതിരുന്ന ബോറടിച്ച് ചാവുകയാണെന്ന് എനിക്ക് അവിടെ ന്യൂസ് കിട്ടി. അതാ 100 പണിയുള്ളത് ഇട്ടറിഞ്ഞിട്ട് ഞാൻ ഓടിപ്പോന്നത്. അറിഞ്ഞു. കാലത്ത് പേപ്പർ വായിച്ചു. വിമൻസ് കോളേജിന്റെയും കോഫി ഹൗസിന്റെയും പോർട്ട്ഫോളിയോസ് കൂടെയുള്ള വായനോക്കികളെ ഏൽപ്പിച്ചു കൊടുത്തിട്ടാ പോരുന്നതെന്ന് കൂടെ റേഡിയോ ന്യൂസിലുണ്ടായിരുന്നു. ഇരിക്കുന്നില്ല. പിടിച്ചു തിന്നാനൊന്നുമല്ല. വേണ്ട. ദേ, എന്റെ ഇന്റഗ്രിറ്റിയെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന മാതിരി പെരുമാറിയാലുണ്ടല്ലോ, ഞാൻ ആള് മാറും. ആള് മാറിയാൽ എങ്ങനെയാ? പിടിച്ചു തിന്നോ? പിന്നെ ഞാൻ മമ്മി അവിടെ കൊണ്ട് നിർത്തിയത് ഭാഗ്യം. പ്ലാൻ ചെയ്ത് നിന്നത് വരുമ്പോ കെട്ടിങ് പിടിക്കാൻ. പിന്നെ എന്താ പിടിച്ചാല്? ഡീപ് ഡീപ് ഹഗിങ്. കിസിംഗ് ഒന്നുമില്ല, ജസ്റ്റ് എ ഹഗ്. വേണിച്ചിട്ടാ, ഐ വാണ്ട് ടു ടെൽ യു സംതിങ്. എന്റെ ദേഹത്ത് തുടരുത്. വായോണ്ട് എന്ത് വേണേ പറഞ്ഞോ. ഒരു വിരൽ എന്റെ ദേഹത്ത് മുട്ടിയാല് അന്ന് നമ്മൾ തമ്മിൽ പിണങ്ങും. പിന്നെ ഞാൻ ഒരൊറ്റ വാക്ക് സംസാരിക്കില്ല. വൺസ് ഐ സേ നോ, ഇറ്റ്സ് എ നോ. ചുമ്മാതൊന്നും അല്ല. പിന്നെ റിഗ്രറ്റ് ചെയ്യാൻ ഇടവരരുത്. ഇതൊരു അൾട്ടിമേറ്റം മാതിരിയാണല്ലോ. അതെ, തൊടാതെ പിടിക്കാതെ ഒരു പെണ്ണുമായിട്ട് കമ്പനിയോട് അറിഞ്ഞുടങ്ങി എന്നെ എന്റെ പാട്ടിന് വിട്ടേരെ. പറഞ്ഞതൊക്കെ ഓ എങ്ങനെ മോളെ, ഒന്നൊപ്പം നടക്കണമെങ്കിൽ നീ സ്റ്റാമ്പ് പേപ്പറിൽ എഴുതി തരാൻ പറ്റോ? വേണ്ട. തുടരുന്നല്ലേ ഉള്ളൂ. കൊച്ചു വർത്താനം പറയാമല്ലോ. കൊച്ചു വർത്താനം അല്ല, വലിയ വർത്താനം തന്നെ പറഞ്ഞോണം. പറയാമല്ലോ. ബോംബെയിലൊക്കെ ഈ ഹൈ പിള്ളേരുണ്ടാവുമല്ലോ, തൊട്ട ഫ്ലാറ്റിലും കൂടെ പഠിക്കുന്നൊക്കെ ആയിട്ട് ഉണ്ട്. അവരെല്ലാം 10 അടി വിട്ട് നിന്നാണ് കൊച്ചു വർത്താനം പറയാം. അല്ല, ചിലർ തൊടുകയും തോളെ കൈയിടുകയൊക്കെ ചെയ്തെന്നിരിക്കും. അപ്പോഴൊന്നും ചേർപ്പം തോന്നില്ലേ? ഇല്ല. പിന്നെങ്ങനെ ഇപ്പോ? അതെ, ദേഹത്ത് ഈച്ചയോ കൊതുക് വന്നിരിക്കുന്ന പോലെയുള്ള അത് അപ്പൊ തന്നെ മറക്കും. എന്താ വിചാരിച്ചിരിക്കുന്നേ? ഹായ് പാർട്ടീസും മേടിച്ചേട്ടനും എനിക്കൊരു ലെവലാന്നാ? യു ആർ എൻ ഇഡിയറ്റ്. ഇത് ഒരുമാതിരി വായ കൊണ്ട് പറച്ചിലാണോ എന്ന് അറിയാം. ഒന്നുമല്ല, ഐ എം സീരിയസ്. എന്റെ ലൈഫിലെ ആ ദാറ്റ് സംബഡി ഇല്ലേ, അതെന്നും നീയാടാന്ന് പറയാനാ വരുന്നേ. പറയുന്നില്ല, റെസ്പെക്ട് തരണല്ലോ. ദാറ്റ്സ് അപ്പ്. പക്ഷെ ഇവിടെ തെളിവ് എനിക്ക് നേരാണെന്ന് തോന്നണമെങ്കിൽ അതിന് പ്രൂഫ് എവിടെ? പ്രൂഫോ? എന്ത് പ്രൂഫ്? ഈ വെക്കേഷൻ തീർന്ന് പോണതിന് മുമ്പ് എപ്പോഴെങ്കിലും ഷീനിന് സൗകര്യമുള്ളപ്പോൾ ഒരിക്കൽ ഒരേ ഒന്ന് എനിക്ക് പിന്നെ നോർക്കാൻ വേണ്ടിട്ടാ. അത് മതി എനിക്ക് പ്രൂഫിന്. ഞാൻ തന്നോളാം. എപ്പോ? ഇപ്പോഴോ? ഇപ്പോഴല്ല, ഞാൻ പറയുന്ന പോലെ നല്ല കുട്ടിയായി നിന്നാ പോണതിന് മുമ്പ് എപ്പോഴെങ്കിലും ഒരിക്കൽ. എന്ത് രസവാ ഈ ഒഴുക്കിന്റെ കൂടെ ഒരു ഒഴുക്കായിട്ടങ്ങ് ഒഴുകി പോവാൻ കഴിഞ്ഞാൽ. അത്ര കൊതിയുണ്ടെങ്കിൽ ഇറങ്ങി അങ്ങോട്ട് നീന്തണം. അതിന് നീന്താൻ പറ്റിയിട്ട് വേണ്ടേ അല്ലേ? ഞാൻ നീന്ത് പഠിക്കുന്നത് എത്രാമത്തെ വയസ്സിലാണെന്ന് അറിയാമോ? അറ്റ് ദ ടെൻത്ത് ഏജ് ഓഫ് 6. 12 വയസ്സ് വരെ ഞങ്ങളുടെ ഡോൾഫിൻസ് ക്ലബിലെ ജൂനിയർ ചാമ്പ്യൻ ഞാനായിരുന്നു. ഇവിടെ പുല്ലൊക്കെ തീ പിടിക്കാൻ തുടങ്ങുന്നു. സാറിന്റെ പുളു കെട്ടിട്ട്. പുളുവൊന്നുമല്ല. 100 റുപ്പീസ് ഇപ്പൊ എടുത്തു തരാം. ഒന്നതാ അവിടെ നിന്ന് വരെ നീന്തി കാണിക്കാമോ? അയ്യേ, ഈ ഓപ്പൺ എയറിലോ? ബോംബെയിലെ സ്വിമ്മിംഗ് പൂൾസ് ഒക്കെ പിന്നെ മറച്ചിട്ട് ഓലച്ചിട്ടൊക്കെ അതായിരിക്കും. എന്നാലും സ്വിമ്മിംഗ് ടാങ്ക് ഇല്ലാതെ എങ്ങനെ നീന്താൻ പറ്റുന്നേ? ഞാൻ എന്നാൽ എവിടെ നിങ്ങൾ സ്വിമ്മിംഗ് സൂട്ട് ആയിരുന്നു വാങ്ങിച്ചു കൊടുത്തരാം. അതിട്ടൊന്ന് നീന്തി കാണിക്കാവോ? വേണ്ട, അങ്ങനെ ഇപ്പൊ കാണണ്ട. എനിക്കതങ്ങ് ഇഷ്ടമായി. സത്യത്തിൽ ആ നേരത്തെ അമ്പിയമ്മയുടെ കാല് കണ്ട് പൂവിട്ട് തൊഴാൻ തോന്നി. പിന്നെന്താ അങ്ങനെയെങ്കിലും ചെയ്യാഞ്ഞേ? മദറിലായ എപ്പോഴേ കയറി മണിയടിക്കാണെന്ന് മറ്റോ എല്ലാവർക്കും തോന്നിയാലോ? ഒന്നൂടെ വേണ്ട. കഴിഞ്ഞ വെക്കേഷൻ ആയിരുന്നു കാഞ്ഞു പോയത്. ഷീന് വരുമെന്ന് വിചാരിച്ച് ഞാൻ നേരത്തെ ഇങ്ങ് വന്നു. കാത്തു നൊടുവിലിതാ നാളുമാരുടെ നീട്ടിപ്പിടിച്ചൊരു കത്ത്. വരുന്നില്ല എന്ന്. എനിക്കെന്നുണ്ടായ ഒരു അരിശം. കത്ത് വന്നെന്ന് പറഞ്ഞ് പിറ്റേന്ന് സ്ഥലം വിടാനൊക്കൂ? അമ്മമ്മ വിടൂ? എന്തെങ്കിലുമൊക്കെ തോന്നില്ലേ? എന്നിട്ട് എന്താ ചെയ്തേ? പിറ്റേന്ന് തന്നെ സ്ഥലം വിട്ടു. ഒറ്റ മുങ്ങല്.
എനിക്ക് വീട് ആ സ്റ്റൈല് കാണുമ്പോഴാ. എന്ത് സ്റ്റൈല്? പാവം കുട്ടി. എന്ത് പാവം? എന്തായി പാവം എന്ന് പറഞ്ഞാൽ? എന്ന് പറഞ്ഞാ നൈസ്, അത്രേ ഉള്ളൂ. ദാറ്റ്സ് എക്സാക്ട്ലി വാട്ട് ഐ ആം ആസ്കിംഗ്. വാട്ട്സ് സോ നൈസ് അബൌട്ട് ദിസ്? അമ്മ വിളിക്കുന്നു. അമ്മ എന്ന് പറയുമ്പോ അമ്മയോ എന്റെ അമ്മയോ? ഷീനുവിന്റെ അമ്മ. ചീത്ത പറയാനായിരിക്കും. അതെ. See her joy over the whole episode. എന്ത് ചേ? If you have some soft corner towards her, please don't try to show it's ugly in my presence. എന്നെ എവിടെയും കണ്ടില്ല എന്നൊന്ന് പറയുന്നതിൽ വിരോധമുണ്ടോ? ഇല്ല. ഇല്ലല്ലോ? അങ്ങനെ പറയാം. നീ എന്താ കുട്ടി വിചാരിച്ചിരിക്കുന്നേ? അവൾക്ക് ഇംഗ്ലീഷ് പറഞ്ഞാൽ അസലായിട്ട് മനസ്സിലാവും. പിന്നെ പ്രീ ഡിഗ്രി പാസ്സായിരിക്കുന്ന പെണ്ണ. SSLC വരെ പഠിച്ച അമ്മമാരുടെ കോൺവെന്റില്ല. എന്നേക്കാൾ ഭംഗിയായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കും. നല്ല ചേസ്റ്റ് ഇംഗ്ലീഷ്. കള്ളം. കള്ളമല്ല. ഏയ്, Ammini, could you follow us? Could you follow what we were talking? Yes, I could. Everything? Every word. ദൈവമേ, ഞാനും മീനും കൂടി എന്തൊക്കെയാ ഈ കുട്ടിയുടെ മുമ്പിൽ വെച്ച് പറഞ്ഞിരിക്കുന്നേ? Hey, Sheenu. Hey, Sheenu. What, man? Hi. ഉറങ്ങയില്ല, മറ്റുള്ളവർ ഉറങ്ങായിട്ട് സമ്മതിക്കില്ല. ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട്, അമ്മമ്മയുടെ പിറന്നാളിന് മുമ്പ് അവള് ക്രാവിനെ തരുമെന്ന്? അവക്കറിയാം. പശുവിന്റെ കുട്ടി എനിക്ക് തുടരുത് തുടരുത്, എനിക്ക് വേണം കുഞ്ഞാ. അമ്മമ്മ കാണിച്ചു തരാം. വാ, കണ്ട കുഞ്ഞുമാവ പാല് കുടിക്കുന്നത് കണ്ട? ഞാൻ ഈ കുട്ടിയുടെ ജന്മനാളാണ് ഇന്ന്, അല്ലേ? ആ, ചേച്ചിയോ?
ഞാനും നിന്റെ നാള് പറഞ്ഞ ഒരു അർച്ചനയ്ക്ക് കൊടുത്തിട്ടുണ്ട്. കണ്ടോ അമ്മണി, ഞാൻ പറഞ്ഞില്ലായിരുന്നോ ചേച്ചി ഇന്ന് കൊടുത്തു കാണുമെന്ന്. ഗോപനും പിള്ളേരും ഒക്കെ വന്നു അല്ലേ? വന്നു ചേച്ചി. കൊച്ചുങ്ങളെ എല്ലാം വിളിച്ചോണ്ട് ഞാൻ ഇന്ന് സന്ധ്യപാട് അങ്ങോട്ട് വരാം. ഓ, നീ വരുന്നു. എപ്പോഴും എപ്പോഴും ഈ വരുന്നു എന്ന് പറയുന്നതല്ലാതെ. ഇന്ന് എന്തായാലും വരാൻ ചേച്ചി. ചേച്ചി ഉണ്ണാൻ വരുമല്ലോ. ഉം. നീ ബോംബെക്കോ മറ്റോ പോകാൻ പോവുകയാണോ? ഞാനോ? ആ, ആരോ അവിടെ പറഞ്ഞ പോലെ. ഞാനിപ്പോ എന്തിനാ ബോംബെ പോന്നേ? നാരായണൻകുട്ടിയും കൊച്ചുങ്ങളും ഒക്കെ ഇവിടെ ഉണ്ടല്ലോ. അവൻ പോകുമ്പോ? ഓ, ഞാനൊന്നുമില്ല. ഒരിക്കൽ പോയി നിന്നതേ മതിയായി. ഷോ, അവന് ചിലപ്പോ അങ്ങനെ ഒരു ആശ കാണും. അതങ്ങ് മനസ്സിലിരിക്കത്തേ ഉള്ളൂ. പോയ കൊല്ലം പിറന്നാളിന്റെ തലേദിവസമാ കൊളപ്പരയുടെ മതിലിടിഞ്ഞു വീണത്. അതുകൊണ്ട് കഴിഞ്ഞ കൊല്ലം മുഴുവനും വീഴ്ച ഉളുക്കുമായിരുന്നു. അതിന്റെ മുമ്പലത്തെ കൊല്ലമാ അറയ്ക്കകത്ത് പാമ്പിനെ കണ്ടത്. അത്തവണ അമ്മണിക്കൊരു കൊത്ത് കിട്ടി. മാലിനി മരിക്കുന്നതിന് മുമ്പത്തെ കൊല്ലം ഇതുപോലെ എന്റെ പിറന്നാളിന്റെ തലേന്ന് 3 തെങ്ങ് ഒന്നിച്ചിടി വീണ് കത്തി. അപ്പോ പശു പ്രസവിച്ച ലക്ഷണം വെച്ച് നോക്കിയാ ഇക്കൊല്ലം ഇവക്ക് എപ്പോഴും കളിയാ. പശു പിറന്നത് എനിക്ക് ഏതാണ്ട് നല്ലത് വരുത്താനാ. ഓ, ഇനി എനിക്ക് എന്തോന്ന് നല്ലത് വരാൻ. വല്ല നിധിയോ മറ്റോ കിട്ടാനായിരിക്കും. നിധി കിട്ടിയാ പാതി ഞങ്ങൾക്ക് ഇങ്ങ് തരണേ അമ്മേ. ബിന്ദുവിനിപ്പോ കിട്ടിയില്ലേലും കുഴപ്പമില്ല. നിധി കിട്ടുന്നതല്ലേലും അമ്മയ്ക്കൊരു നല്ല ചേഞ്ച് വരാൻ പോണുണ്ട് ഉടനെ തന്നെ. മോനായിട്ട് നേരിട്ട് പറയാൻ വച്ചേക്കുക. ഇനി ഞാൻ നേരത്തെ പറഞ്ഞു എന്നറിഞ്ഞാ ചിലപ്പോ പിണങ്ങും പുള്ളി. അതെന്തോന്ന്? അമ്മയുടെ ഇവിടുത്തെ ഈ ഒറ്റയ്ക്കുള്ള അലച്ചിലും ബുദ്ധിമുട്ടും ഒക്കെ ഒന്ന് അവസാനിപ്പിക്കാൻ പോവുക. എനിക്കെന്തോന്ന് അലച്ചില്? അത് കണ്ടു നിൽക്കുന്ന ഞങ്ങൾക്കല്ലേ അറിയാൻ പറ്റൂ. അതിനുള്ള ഹെൽത്ത് ഉണ്ടെങ്കിലും സാരമില്ലായിരുന്നു. എനിക്ക് എന്റെ ആരോഗ്യത്തിനോ ഒരു കുഴപ്പവും ഇല്ല. ബിന്ദുവിനേക്കാൾ ഹെൽത്തിയാ അമ്മ. ഉണ്ടോന്നുള്ളതല്ല, അമ്മയ്ക്കതിന്റെ ആവശ്യമില്ലല്ലോ. അമ്മയുടെ പ്രായത്തിലൊക്കെ പുറത്തുള്ളവർ ചെയ്യുന്ന എന്താണെന്നറിയോ? നല്ല കംഫർട്ടബിൾ ആയിട്ട് എല്ലാ പണിയും ഒതുക്കി അതിനുള്ള സ്ഥലങ്ങളുണ്ട്. പറ്റിയൊരു സെന്റർ നോക്കി അങ്ങോട്ടങ്ങ് മാറും. മെന്റലായിട്ടും ഫിസിക്കലായിട്ടും ഒരേ പ്രായത്തിലുള്ളവരുടെ കമ്പനിയും കൂടി ആകുമ്പോ കാണണം ചിലരൊക്കെ എന്ത് ഹാപ്പിയാണെന്നറിയാവോ. അങ്ങനെ ഒരു സ്ഥലം അമ്മയെ കൊണ്ടുവന്ന് കാണിക്കാൻ പോവുക. എന്നിട്ടൊന്നുമില്ല, അവിടെ ഒരു പണിയില്ല. വെറുതെ ഇരിക്കുക. വെറുതെ ഇരുന്നിട്ട്? വെറുതെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ വെറുതെ അങ്ങ് ഇരിക്കുകയല്ല. TV കാണാം, വീഡിയോ കാണാം, പ്രെയർ ഉണ്ട്, എക്സർസൈസ് ഉണ്ട്, സകല ഡെയിലീസും പീരിയോഡിക്കൽസും കിട്ടും. ദിവസവും ഡോക്ടർ വരും, നോക്കും. എത്ര ദൂരെയുള്ള ബന്ധുക്കളായാലും എപ്പോഴും അവരുമായിട്ട് ടച്ചിലിരിക്കാം. വേണേൽ 10 ദിവസം ആരുടെയെങ്കിലും കൂടെ പോയി നിൽക്കണമെന്ന് തോന്നിയാൽ അങ്ങനെ ചെയ്യാം. വീട് പോലെ തന്നെ, പക്ഷേ കുറെ കൂടെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു വീട്. അമ്മ അത്തരം സ്ഥലത്തെ പറ്റി കേട്ടിട്ടുണ്ടോ? സ്വർഗലോകം എന്ന് കേട്ടിട്ടുണ്ട്. അവിടെ ഇതുപോലെ ആർക്കും പ്രത്യേകിച്ച് ഒരു പണിയില്ല. അവിടെ പിന്നെ ആടാം പാടാം അങ്ങനെയും കൂടെയൊക്കെ ഉണ്ട്. അയ്യോ അമ്മ, ഇത് സ്വർഗലോകമല്ല. ഇതിന്റെ പേര് ശരണാലയം. ആ, ശരണാലയം. ഈ ആഴ്ച തന്നെ അമ്മ അവിടെ ഒരു ദിവസം കൊണ്ട് കാണിക്കാൻ ഇരിക്കുവാ ചേട്ടൻ. എന്തിന്? അമ്മയ്ക്ക് ഇഷ്ടപ്പെടുവോന്നറിയാൻ. ഇഷ്ടപ്പെടാതിരിക്കുകയല്ല, ഇഷ്ടമായില്ലേൽ കണ്ടിട്ടിങ്ങ് പോരാ. ഇഷ്ടമായാല് അതൊക്കെ അമ്മയുടെ മോൻ പറയും. അമ്മ പോയെന്ന് കണ്ടു നോക്ക്. അതായത് അമ്മേ, അമ്മയ്ക്ക് വേണമെങ്കിൽ അങ്ങോട്ട് മാറാം, വേണ്ടെങ്കിൽ വേണ്ട. അവിടെ ഒരു സീറ്റ് പറഞ്ഞു വെച്ചിട്ടുണ്ട്, അത്രേ ഉള്ളൂ. അമ്മ ഒറ്റയ്ക്ക് ഈ പഴയ വീട്ടിൽ ശരിയായിട്ടൊരു തുണയും സഹായവും ഇല്ലാതെ നിൽക്കുന്നതിൽ ഞങ്ങൾക്കെല്ലാം സ്വല്പം ടെൻഷനുണ്ട്. അന്ന് തന്നെ ഇതുപോലെ ഒറ്റക്കൊരു വീട്ടിൽ കഴിഞ്ഞ ഏതോ പ്രായമായ സ്ത്രീയെ ആരോ കൊന്നുവെന്ന് പത്രത്തിൽ കണ്ടിട്ട് ഞങ്ങൾ അവിടെ കിടന്ന് അനുഭവിച്ച ദുരിതം ഓർമ്മയില്ലേ? രാത്രി ഫോൺ വന്നത്. എനിക്കിവിടെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ അങ്ങനെ വലിയ ബദ്ധപ്പാടും അധ്വാനവും ഒന്നുമില്ല. അതുണ്ടോന്ന് അറിയണമെങ്കിൽ അമ്മ ആദ്യം സ്വസ്ഥമായിട്ടും സുഖമായിട്ടും ഒന്ന് ഇരുന്ന് നോക്കണമല്ലോ. സത്യത്തിൽ അമ്മയ്ക്ക് ഇപ്പൊ ഇത്രയും പ്രാരാബ്ധങ്ങൾ നോക്കി നടത്തേണ്ട കാര്യമില്ലല്ലോ. ഉണ്ടോ? ഈ പശുക്കളും ആടുകളും കാച്ചിലിന് വളവിടലും തേങ്ങയുടെ കണക്ക്. ഞാനിവിടെ ഇല്ലേ പിന്നെ അതൊക്കെ? അമ്മയില്ല പിന്നെ അതിന്റെ ഒന്നും ആവശ്യമില്ലല്ലോ. അപ്പോഴീ വീട് 4 ദിവസം ജോലി കണ്ടില്ലെങ്കിൽ ചെതല പഴയ തടിയും മച്ചുമൊക്കെയാ. അത് പിന്നെ നമുക്ക് എന്തെങ്കിലും ചെയ്യാം. ഈ പറയുന്ന പോലെ പഴയ വീടാ, എന്നാ ഇരുന്ന് പൊളിയാൻ തുടങ്ങുന്നത് പറയാൻ പറ്റാത്ത അവസ്ഥയാ. തീരെ വീഴുന്നുള്ള സ്റ്റേ എത്തുന്നതിന് മുമ്പ് വേണേൽ ആർക്കെങ്കിലും കൊടുക്കാൻ പറ്റിയ അങ്ങനെയും ചെയ്യാവുന്നതേ ഉള്ളൂ. നാരായണൻകുട്ടി ഇത് വല്ലതും കേട്ടായിരുന്നോ? ഇവിടെ മിക്കുന്നതിനെ കുറിച്ചൊക്കെയാ ഇവൻ